പ്രിയപ്പെട്ടവരെ, നമ്മൾ നോയമ്പുകാല ധ്യാനത്തിലൂടെ പോകുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തിലെ എല്ലാ യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നൽകി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഒരു പ്രവചനം പോലെ കാണുന്ന ഒരു ഭാഗം ലൂക്കായുടെ സുവിശേഷം 23-27 ആ കുരിശിൻ്റെ വഴിയിലെ ആ സ്ഥലത്തിൻ്റെ അടിസ്ഥാനമായ ഭാഗം. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവചനമായിട്ട് യേശു പറഞ്ഞതാണത്. യേശു ഒരു പ്രവചനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. ഒരു പക്ഷേ ഇന്ന് അനേകം കുടുംബങ്ങൾ, ഇന്ന് നമ്മുടെ സമൂഹം കരയുന്നത്, അല്ലെങ്കിൽ ഇന്ന് അനേകം കുടുംബങ്ങൾ കരയുന്നത് സാമ്പത്തിക പ്രശ്നത്തെ ഓർത്തല്ല, രോഗത്തെ ഓർത്തല്ല. അനേകം കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ കരയുന്നത്, അനേകം പേരുടെ കണ്ണുനീര് വീഴുന്നത് ഈ മക്കളെ പ്രതിയാണ്. അനേകം നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പിശാച് നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പിശാച് ഇന്ന് കൈവയ്ക്കുന്നത് മക്കളുടെ മേലാണ്. നമ്മുടെ കഷ്ടപ്പാടൊന്നും മക്കൾ അറിയരുത്. ഒരുപാട് മാതാപിതാക്കൾ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ടാലും മക്കൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഒരുപാട് മാതാപിതാക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ചിന്തയാണ്, നമുക്കുണ്ടായ കുറവുകളും കഷ്ടപ്പാടൊന്നും അവരറിയരുത്. അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണം, ഏറ്റവും നല്ല സൗകര്യം കിട്ടണം. നമ്മുടെ എല്ലാ ഓട്ടവും, നമ്മുടെ എല്ലാ അധ്വാനവും, നമ്മുടെ പ്രാർത്ഥനകൾ പോലും പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ഓർക്കുക, ഇന്ന് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, പണ്ടൊക്കെ ഒറ്റപ്പെട്ട് കേട്ടിരുന്ന കാര്യങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എന്നതുപോലെ ഭാഗമാകുന്നു. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ പോലും ലഹരിക്ക് അടിമയാകുന്നു എന്ന വാർത്ത. നമ്മളുടെ സ്കൂളുകളാണ് ഇന്ന് ലഹരി വിൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ എന്നത് ഞെട്ടലോടെ നമ്മൾ കേൾക്കുന്നു. ഇന്ന് നമ്മളുടെ കുട്ടികളുടെ കരങ്ങളിലെത്തുന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചോക്ലേറ്റിൻ്റെ പിന്നിൽ ലഹരിയുടെ അതിപ്രസരമുണ്ട് എന്നത് എത്രയോ തവണ നമ്മൾ കേട്ട വാർത്തകൾ. ഒരു തരി ഉണ്ടെങ്കിൽ ഒരാളെ അടിമപ്പെടുത്താൻ പറ്റുന്ന ലഹരി കിലോ കണക്കിന് പ്രിയപ്പെട്ടവരെ നമ്മളുടെ നാട്ടിൽ പിടികൂടുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ കുട്ടികൾ ഇവിടെ സേഫ് അല്ല. നമ്മുടെ കുട്ടികളെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. കുട്ടികളെ ഇത് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഇവിടെ സംഭവിക്കുന്ന അമ്മയെ മകൻ ഉപദ്രവിക്കുന്നു, പെങ്ങൾക്ക് ആങ്ങള ലഹരി നൽകുന്നു. ഒരു പക്ഷേ ഒരു മൃഗം പോലും, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിവില്ലാത്തൊരു മൃഗം പോലും ചെയ്യാത്ത പ്രവൃത്തികളിലേക്ക് നമ്മളുടെ യുവതലമുറ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ അപകടം. ഇതിൻ്റെ കാരണം എന്താണ്? ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടൊരു ചെറിയ വീഡിയോ, ഒരു വെള്ളത്തിൽ കരയ്ക്ക് തീരത്ത് അടിഞ്ഞ ഒരു ജീവനുള്ള മത്സ്യം, അതിൻ്റെ പുറകെ വന്ന മറ്റൊരു മത്സ്യം അതിൻ്റെ വാലിൽ കടിച്ച് അതിനെ പതുക്കെ വീണ്ടും കടലിലേക്ക് കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ തൻ്റെ ഒരു സഹജീവി
ഒരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു സ്വാഭാവികത മൃഗത്തിൽ പോലും ഉണ്ട് എന്ന് ആരോ എടുത്തൊരു വീഡിയോ. ആ വീഡിയോ ഇങ്ങനെയാണ്: ഒരു റോഡിൻ്റെ സൈഡിൽ 2 കാലുകളും അപകടത്തിൽപ്പെട്ട ഒരു നായക്കുട്ടി. ആ നായ്ക്ക് മറ്റൊരു നായ് ഭക്ഷണവുമായിട്ട് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചിത്രം. നമ്മൾ ചിന്തിക്കണം. കൂടെ പഠിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളുമായിരുന്ന, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവനുമായിട്ട് കോളേജിലേക്ക് പോയൊരു പയ്യൻ. ആ പയ്യനെ പട്ടിണിക്കിട്ട് വെള്ളം കൊള്ളാതെ കൂട്ടുകാര് കൊന്നത് നമ്മളുടെ നാട്ടിലാണ്. സ്വന്തം സുഹൃത്തിൻ്റെ ശരീരം മുഴുവനും കോമ്പസ് കൊണ്ടും മറ്റുപകരണങ്ങൾ കൊണ്ടും വരഞ്ഞതിന് ശേഷം അവൻ്റെ വേദന വർദ്ധിപ്പിക്കുവാൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ചിരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ കണ്ടതാണ്. പൈശാചികത എന്നല്ലാതെ അതിന് വാക്ക് വേറെയില്ല. ആ പ്രവൃത്തി പൈശാചികമാണ്. അത് മൃഗീയമാണ് എന്ന് പറഞ്ഞാൽ, അത് മൃഗീയമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മൃഗീയമല്ലത്. മൃഗം അങ്ങനെ ചെയ്യില്ല. അത് മൃഗീയമല്ല, അത് പൈശാചികതയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യം വരുന്നു? അപ്പോൾ ഇതിന് നമ്മൾ ഓർക്കുക, ഈശോ പഠിപ്പിക്കുക, നിങ്ങൾ മക്കളെ ഓർത്ത് കരയുക. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. നിങ്ങളുടെ മക്കൾ ഇതാ പ്രസവിക്കാത്തവർക്കും മുലയൂട്ടാത്തവർക്കും ഭാഗ്യമെന്ന് പറയുന്ന കാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിൽ കണ്ണുനീര് വീഴുന്നത് മക്കളെ ഓർത്താ. ഇനി എന്താ വചനം പറയുന്നത്? വചനം എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? വചനം പറയുന്നു, മക്കൾ ദൈവത്തിൻ്റെതാ. എന്ന് വെച്ചാൽ മക്കൾ നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാ. ഇതാണ് ആദ്യം തലയ്ക്കകത്ത് കയറേണ്ട വചനഭാഗം. മക്കൾ ദൈവത്തിൻ്റെതാ എന്ന് വെച്ചാൽ നമ്മുടേതാണ്. നമ്മുടേതെല്ലാം കൊടുക്കുന്നുണ്ട്. മറിച്ച് നമ്മുടെ മക്കളായിരുന്നുവെങ്കിൽ നമ്മുടേത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെതാ എന്ന് വെച്ചാൽ ദൈവത്തെ കൊടുക്കാത്തത്രയും കാലം ഈ കുഞ്ഞുങ്ങളിൽ ശൂന്യത കാണും. സങ്കീർത്തനം 127:3 മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ അനുഗ്രഹമാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളില്ലാത്ത ദമ്പതികളോട് പറയും, മക്കളില്ലാത്ത ദമ്പതികളെ, നിങ്ങൾ കാലഘട്ടത്തിൻ്റെ പ്രവാചകരാണ്. നമുക്കറിയാലോ, ചില ദമ്പതികളോടൊക്കെ ഡോക്ടേഴ്സ് പറയും, നിങ്ങൾക്ക് ശാരീരികമായ ഒരു കുറവുമില്ല, പിന്നെ എന്തുകൊണ്ട് മക്കളില്ല? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബൈബിൾ പഠിപ്പിക്കുന്നത്, ഈ ബൈബിളിൻ്റെ പഠനം തലയിൽ കയറിയാൽ മതി. മക്കൾ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഒന്ന് ദൈവത്തെ കൊടുക്കുക. ദൈവമില്ല, അല്ലെങ്കിൽ ദൈവനിഷേധത്തിൻ്റെ പിന്നിലാണ് എല്ലാ തിന്മകളും വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഒന്ന് ദൈവത്തെ കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവത്തെ കൊടുക്കുക, ദൈവവചനത്തെ കൊടുക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു മതപരമായ കാര്യം കൊടുക്കുക എന്നതല്ല, സ്നേഹത്തെ, നന്മയെ കൊടുക്കുക എന്നതാണ്. അപ്പോൾ ദൈവത്തെ കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വം. അവർ ദൈവത്തെ കൊടുക്കുന്നവരായിട്ട് മാറുക. ദൈവത്തെ കൊടുക്കുന്നവരായിട്ട് കാണും. നമുക്കറിയാം ഈശോയെ എന്ത് ചെയ്യുന്നു? ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുന്നു. വചനം പറയുന്നുണ്ട്, അവൻ്റെ മാതാപിതാക്കൾ പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി. അടുത്ത വചനം ഇതാണ്, ഇതാ അവൻ പതിവനുസരിച്ച് സിനഗോഗിൽ പോയി. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പറയുന്നൊരു വചനം, എൻ്റെ ദൈവമേ എന്തുകൊണ്ട്? പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാധാരണ പറയാറുണ്ട്, ഒരു യഹൂദ സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന വചനം അത്, എൻ്റെ പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതാദ്യം പറഞ്ഞു കൊടുക്കുന്ന വചനമാണ്. ഒരു സ്ത്രീ, ഒരു യഹൂദ അമ്മ അല്ലെങ്കിൽ ഒരു യഹൂദ സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചാൽ ആദ്യം കൊടുക്കുന്ന വചനം ഇതാണ്. യേശു കുരിശിൽ കിടക്കുമ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തെ കൊടുത്താൽ ഏത് പ്രലോഭനങ്ങളിലും ഏത് പ്രതിസന്ധികളിലും അത് ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമാകും. അപ്പോൾ ദൈവത്തെ കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട.
എന്നിട്ട് ദൈവസ്നേഹത്തിൽ ദൈവവചനത്തിൽ നമ്മൾ വളർത്തുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യവിധ, ജോബിൻ്റെ മക്കൾ ബന്ധുക്കളുടെ വീട്ടിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നു. ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ജോബ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ജോബ് 3 മക്കൾക്കും വേണ്ടി സെപ്പറേറ്റ് ബലിയർപ്പിക്കുന്നു. 3 മക്കൾക്കും വേണ്ടി ബലിയർപ്പിക്കുന്നു. 3 ആൺമക്കൾക്ക് വേണ്ടിയും 3 ബലിപീഠം ഉണ്ടാക്കി ബലിയർപ്പിക്കുന്നു. അതിന് ജോബ് പറയുന്നൊരു കാരണമുണ്ട്. മക്കൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവർ തിന്മ ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമായിട്ടുണ്ടാകാം. അപ്പോൾ മനസ്സിലാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ബലിയോട് ചേർത്ത് വെച്ച് വളർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ബലിയിൽ മക്കളെ സമർപ്പിക്കുക. ഇത് സുവിശേഷം, ബൈബിൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ മക്കളെ ചേർത്ത് വയ്ക്കുക. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വചനം പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായം 6 മുതൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ ചട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിൽ മേലും പടിവാതിൽ മേലും എഴുതണം. എന്താണ് ആ വചനം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. കണ്ടോ, ഞാൻ തരുന്ന വചനം മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നു. ജാഗരൂകതയോടെ, ശ്രദ്ധയോടെ പഠിപ്പിക്കണം. അല്ല വെറുതെ മക്കളോട് ബൈബിൾ വായിക്കാനല്ല, അത് പഠിപ്പിക്കണമെന്നാണ്. ടീച്ച് ദം, അവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് പഠിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. പഠിപ്പിക്കുക, മക്കളെ പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക, സഭയുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കുക, അവരെ വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കുക, മക്കളെ പഠിപ്പിക്കുക. ജാഗരൂകതയോടെ പഠിപ്പിക്കണം. ഈ ജാഗരൂകതയില്ല എന്ന് വെച്ചാൽ ജാഗരൂകതയോടെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ, അല്ലേ? ഒരു കുഞ്ഞിനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ, ഒരു കുട്ടിയുടെ സ്കൂൾ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ, ഒരു കോളേജ്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ പോകുമ്പോൾ എത്ര പേരോടാ ചോദിക്കുന്നത്? എത്ര അന്വേഷണമാണ് നടത്തുന്നത്? എത്ര അന്വേഷണമാണ് നിങ്ങൾ നടത്തുന്നത്? ഒരു കുട്ടിയുടെ സ്കൂൾ നിശ്ചയിക്കാൻ പോകുമ്പോൾ, ഒരു LKG അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു +1 അല്ലെങ്കിൽ ഒരു കോഴ്സ്, ആ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ എത്ര പേരോടാ ചോദിക്കുന്നത്? എത്ര പേരോട് ചോദിച്ചിട്ടാണ്, എത്രയോ കൺസൾട്ടാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഇവിടെ വചനം പറയുകയാണ്, എൻ്റെ വചനം നിങ്ങൾ ജാഗരൂകതയോടെ നിങ്ങൾ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റുന്നുണ്ട്. ഇത് തെറ്റിയാൽ കുഞ്ഞുങ്ങൾ തെറ്റും. ഈ വചനം തെറ്റുന്നുണ്ട്. ഈ വചനം ജാഗരൂകത കാണിക്കുന്നത്, ഈ കാര്യത്തിൽ എത്ര ജാഗരൂകത നമ്മുടെ കുടുംബം കാണിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ വചനം അറിഞ്ഞ്, ദൈവകൽപ്പന അറിഞ്ഞ്, സ്നേഹത്തിൻ്റെ കൽപ്പന അറിഞ്ഞ് എൻ്റെ മക്കൾ ജീവിക്കണമെന്ന നിർബന്ധ ബുദ്ധി അതില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 1, നമ്മൾ മക്കളെ ദൈവത്തെ കൊടുക്കുക. 2, രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മൾ അവരെ ദൈവവചനം പറഞ്ഞുകൊടുത്ത് ഉപദേശത്തിലും ജ്ഞാനത്തിലും വളർത്തുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അവർക്ക് ശിക്ഷണം കൊടുക്കുക. സ്നേഹമുള്ളവരെ, സുഭാഷിതം 22:15 കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു, ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു. അപ്പോൾ ഒരപ്പൻ അമ്മ ഒരു കുട്ടിക്ക് ശിക്ഷണം നൽകുമ്പോൾ അപ്പൻ അമ്മ ശ്രദ്ധിക്കേണ്ടത് എന്താ? ശിക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് തെറ്റ്, എന്താണ് പാടില്ലാത്തത്? ഈ ഒരു കൺഫ്യൂഷൻ, ശരി തെറ്റ് എന്നതിൻ്റെ കൺഫ്യൂഷൻ എന്ന ഒരു വേർതിരിവിൻ്റെ ബുദ്ധിമുട്ട് കുട്ടിയുടെ
മനസ്സിലുണ്ട്. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് തെറ്റിനെ ശിക്ഷണത്തിലൂടെ ആട്ടിയോടിക്കേണ്ടത് ഇത് തെറ്റാണ്, ഇത് ഇങ്ങനെ പെരുമാറുന്നത് തെറ്റാണ്. ഒരു കുട്ടി കൂട്ടുകാരനെ ചെറുതായിട്ട് ഉപദ്രവിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുക, അല്ലാതെ ആ കുട്ടിയുടെ തെറ്റിൻ്റെ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കാൻ ഇന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു. തെറ്റ് തിരുത്തപ്പെടുന്നില്ല, മറിച്ച് ആ തെറ്റിൻ്റെ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുന്നു. അതിന് കാരണം മറ്റുള്ളവരാണെന്ന് പറയുന്നു. അവൻ്റെ ഉള്ളിൽ തെറ്റ് കെട്ടുപിടഞ്ഞ് കിടപ്പുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ തെറ്റ് പുറത്തു വരുമ്പോൾ കൂട്ടുകാരനെ ദ്രോഹിക്കുന്നതാകാം, ഒരു പക്ഷേ ആദ്യമായിട്ടൊരു ലഹരി ഉപയോഗിച്ചതാകാം, അത് അവർ കൊടുത്തതാണ്, അത് മറ്റുള്ളവർ കൊടുത്തതാണ്. കണ്ടോ, ഈ തെറ്റിനെ ആട്ടി ഓടിക്കാനല്ല, ആ തെറ്റിനെ ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ് പല മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നത്. ഇതാണ് ശിക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ്റെ തെറ്റിനെ ആട്ടി ഓടിക്കുക. അല്ലാതെ ശിക്ഷണത്തിലൂടെ അവനെ വെറുക്കാനോ അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുവാനോ അല്ല. ശിക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ, വചനം പറയുന്നുണ്ട്, ശിക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം, സുഭാഷിതങ്ങളുടെ പുസ്തകം തന്നെ 13:24, സുഭാഷിതം 13:24 വചനം, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. കണ്ടോ, വചനം പറയുന്നു, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകുവാൻ ജാഗരൂകത കാട്ടുന്നു. ഇത് ബൈബിൾ പഠിപ്പിക്കുന്നതാ. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകുവാൻ ജാഗരൂകത കാട്ടുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകം മാതാപിതാക്കളുടെ ഒരു ന്യായീകരണം, മക്കളുടെ തെറ്റിനെ ന്യായീകരിക്കുന്നു. എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എൻ്റെ മക്കൾ ശരിയാണ്. ഏത് കുഞ്ഞിന് തെറ്റ് വരുമ്പോഴും മാതാപിതാക്കൾ ആദ്യം നോക്കുന്നത് അത് മറ്റുള്ളവരാണ്. ആ കൂട്ടുകെട്ടാണ് കാരണം. പ്രിയപ്പെട്ടവരെ, കൂട്ടുകെട്ട് കാരണമാണെങ്കിൽ കൂട്ടുകെട്ട് തിരുത്തണം. പക്ഷേ മക്കളുടെ തെറ്റായിട്ട് അംഗീകരിക്കുവാനും ശിക്ഷണം കൊടുക്കുവാനും സാധിക്കണം. ദൈവത്തിൻ്റെ തിരുത്തൽ ഒരു കാലഘട്ടത്തിൽ മക്കളിലേക്ക് വരുന്നത് മാതാപിതാക്കളിലൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ തിരുത്തൽ, ദൈവത്തിൻ്റെ നിയന്ത്രണം മക്കളിലേക്ക് ദൈവം കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശിക്ഷണം കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഉപദേശം കൊടുക്കുക, അവരെ ജ്ഞാനത്തിൽ വളർത്തുക. അല്ലേ, യേശുവിനെക്കുറിച്ച് പറയുന്ന സുന്ദരമായൊരു വചനം, ഇവൻ ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? നമുക്കറിയാം, ഒരു യഹൂദ ആൺകുട്ടിയെ തോറ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അത് അപ്പനാണ്. തോറ പഠിപ്പിക്കുന്നത്, നിയമം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അപ്പനാണ്. യേശുവിനെ നോക്കി പറയുക, ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന് എന്ന് വെച്ചാൽ, ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ, തച്ചൻ, ആ മനുഷ്യൻ കൊടുത്തൊരു പ്രാധാന്യമുണ്ട്. എൻ്റെ മകൻ ജ്ഞാനത്തിൽ വളരണം, ദൈവവചനത്തിൽ അറിവിൽ വളരണം. ഈ ഒരു ശ്രദ്ധ ഇന്ന് കുടുംബം കാണിക്കുന്നുണ്ടോ? മക്കൾക്ക് ശിക്ഷണത്തിൽ, മക്കൾ ദൈവഭയത്തിൽ, മക്കൾ വിശുദ്ധിയിൽ വളരണം. പ്രിയപ്പെട്ടവരെ, അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ഒരു പ്രതിസന്ധിയിലാണ്. അതിൻ്റെ കാരണം ഇതാണ്, മക്കളെ ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ, ശിക്ഷണത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ വളർത്തുന്നില്ല എന്നത് പ്രധാനപ്പെട്ടൊരു തെറ്റായിട്ട് മാറുന്നു. അതിനാൽ ഈശോ പറഞ്ഞ ഈ വചനം, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം നടക്കാൻ പോവുകയാണ്. നമ്മുടെ അനേകം കുടുംബങ്ങളിൽ പിശാചിനി കൈവയ്ക്കാൻ പോകുന്നത് മക്കളുടെ മേലെ. അതിനാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി മക്കൾക്ക് എങ്ങനെ യേശുവിനെ കൊടുക്കാം, എങ്ങനെ ദൈവത്തെ കൊടുക്കാം, ഈ ഒരു ചിന്തയിലേക്ക് വരണം. അവർക്ക് ചെറിയ തെറ്റുകൾ കാണുമ്പോഴും സ്നേഹത്തോടെ അവർക്ക് ശിക്ഷണം കൊടുത്ത് വളർത്തുവാനുള്ള ഒരു കൃപയിലേക്ക് ദൈവം നമ്മളെ നടത്തണം. ദൈവം നമ്മളെ നടത്തിയാൽ അത് നമുക്ക് അനുഗ്രഹമായി, നന്മയായിട്ട് മാറും. അത് നമുക്ക് നന്മയും അനുഗ്രഹവുമായിട്ട് മാറും. അതിനാൽ ഇത് ഓർക്കണം. ഇതോർത്ത് മക്കളെ ശിക്ഷണത്തിൽ വളർത്താൻ. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ ശിക്ഷണം ഏറ്റിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത്, എനിക്ക് കുഞ്ഞുനാളിൽ കിട്ടിയൊരു ശിക്ഷണം, നമ്മൾ എന്തെങ്കിലും ചീത്ത വാക്ക് അല്ലെങ്കിൽ
ഏതെങ്കിലും പറയാൻ പാടില്ലാത്ത വാക്ക്, ചീത്ത വാക്ക് പറയുമ്പോൾ വീട്ടിൽ പറയും, നമ്മൾ ചീത്ത വാക്ക് പറയാൻ പാടില്ല. പറഞ്ഞാൽ ഉടനെ തരുന്ന ശിക്ഷണം നാക്കിൽ കുരിശ് വരയ്ക്കുക. നാക്കിൽ കുരിശ് വരയ്ക്കുക അതായിരുന്നു. അപ്പോൾ നാക്കിൽ കുരിശ് വരയ്ക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തുക, ഇതൊക്കെ ഒരു ശിക്ഷണമായിട്ട് നമുക്ക് നൽകി. പക്ഷേ ഓർക്ക് അതൊരു ശിക്ഷണമാണ്. നാക്ക് ദൈവത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. ആ നാക്കുകൊണ്ട് ചീത്ത വാക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ചീത്ത വാക്കൊക്കെ പറഞ്ഞാൽ, കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങളുമായിട്ടോ വഴക്കിടുമ്പോൾ ചീത്ത വാക്ക് പറഞ്ഞാൽ ആദ്യം വിളിച്ചിട്ട് വീട്ടിൽ പറയുന്നത് നാക്കിൽ കുരിശ് വരയ്ക്ക്. ഒരു തെറ്റ് പറഞ്ഞാൽ നാക്കിൽ കുരിശ് വരയ്ക്ക്. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ നെറ്റിയിൽ കുരിശ് വരച്ചതിനേക്കാൾ കൂടുതൽ നാക്കിലാണ് കുരിശ് വരച്ചത്. പക്ഷേ എനിക്കറിയാം, കഴിഞ്ഞ പൗരോഹിത്യ ജീവിതത്തിൽ 15 വർഷവും ഞാൻ വചനപ്രഘോഷണത്തിലാണ്. എന്ന് വെച്ചാൽ ആ നാക്കിനെയാണ് ദൈവം എടുത്തുപയോഗിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ ശിക്ഷണത്തിന് ദൈവാനുഗ്രഹത്തിലേക്ക് നടത്താനുള്ള വഴിയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകം കുഞ്ഞുങ്ങളെ ചേർത്ത് വയ്ക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനം സെഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. ബുക്ക് ഓഫ് സെഫാനിയ 3-ന്റെ-17-ാമത്തെ വചനം. വിജയം നൽകുന്ന കർത്താവ് നിന്റെ മധ്യയുണ്ട്. ഈ വചനം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും, ഈ വചനത്തോട് നമ്മൾ നമ്മുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനും, ഈ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറുവാനും നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ മറവിടമേ, എന്നേശുനാഥന് ആരാധന. എന്നുറവിടമേ, എൻ മറവിടമേ, എന്നേശുനാഥന് ആരാധന. ആരാധന 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 ഈശോയേ. ആരാധന 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 ഈശോയേ. എൻ്റെ രക്ഷകനേ, എന്നാശ്രയമേ, എന്നാലംബം നീ മാത്രമേ. എൻ്റെ രക്ഷകനേ, എന്നാശ്രയമേ, എന്നാലംബം നീ മാത്രമേ. ആരാധന 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 ഈശോയേ. ആരാധന 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 ഈശോയേ. എൻ രോഗങ്ങളിൽ, എൻ ദുരിതങ്ങളിൽ എന്നാശ്വാസമായവനേ. എൻ രോഗങ്ങളിൽ, എൻ ദുരിതങ്ങളിൽ എന്നാശ്വാസമായവനേ. ആരാധന ആരാധന
ഈശോയേ ആരാധന 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 ഈശോയേ ആരാധന 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 ഈശോയേ ആരാധന ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. അതിന് തൊട്ടു മുമ്പത്തെ വചനം 16-ാമത്തെ വചനം കൂടി നമ്മൾ കേൾക്കുക. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഇതാ വചനം പറയുകയാണ്, നീ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നീ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. ഒരു പക്ഷേ അനർത്ഥം ജീവിതത്തിൽ വരുമ്പോഴും നീ അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സാന്നിധ്യമാണ് ഇപ്പോൾ വിശുദ്ധ കുർബാനയായി നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലുള്ളത്. ഇതാ ഈ വിശുദ്ധ കുർബാനയിലെ ഈശോ അതേ വചനം നിന്നോട് പറയുന്നു. ഇതാ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മധ്യയുണ്ട്. നീ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നീ ഭയപ്പെടേണ്ടതില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം ഭയം നമ്മളിൽ നിന്ന് മാറ്റിക്കളയട്ടെ. പല കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണ് ഞാൻ, എൻ്റെ കുടുംബം. പല കാര്യത്തെ ഓർത്ത് എൻ്റെ മനസ്സിൽ ഭയമുണ്ട്. ഇതാ നീ ഭയപ്പെടേണ്ടതില്ല. ഇതാ വിജയം നൽകുന്ന യോദ്ധാവ്, വിജയം നൽകുന്ന കർത്താവ് നിന്റെ മധ്യയുണ്ട്. ഈശോയെ, സെഫാനിയ 3:16-17 അഭിഷേകം ഇപ്പോൾ അനേകം പേരുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറിപ്പോകട്ടെ. ഭയത്തിൻ്റെ മേഖലയിൽ നിന്ന് വിടുതൽ യേശുവേ ലഭിക്കട്ടെ. രോഗത്തെക്കുറിച്ചുള്ള ഭയം, കടബാധ്യതയെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, അങ്ങനെ എല്ലാ ഭയങ്ങളിൽ നിന്നും യേശുവേ ഇപ്പോൾ വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഭയത്തിൻ്റെ കീഴിൽ നിൽക്കുന്നുവോ അവരെല്ലാം ഭയത്തിൽ നിന്ന് മാറി ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഇന്ന് നമ്മൾ ധ്യാനിച്ച വിഷയം ലൂക്ക 23:17 ലൂക്ക 23:17 നമ്മൾ ധ്യാനിച്ചത് ഇതാണ്. അവിടെ അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു. നമ്മൾ ധ്യാനിച്ച വചനം, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക എന്ന യേശുവിൻ്റെ പ്രധാനപ്പെട്ട വചനം. ഒരു വലിയ ജനക്കൂട്ടം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു. സ്ത്രീകളുടെ സമൂഹവും
യേശുവിൻ്റെ പിന്നാലെ വന്നിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുക. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുക. ഒരു നിമിഷം ഈ ആരാധനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യുവതിയുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിൽ പിശാച് കൈവയ്ക്കുന്നത് ദൈവം നൽകി ഈ അനുഗ്രഹത്തിൻ്റെ മേല. വചനം പറയുന്നുണ്ടല്ലോ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ജോബ് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ജോബിനെ തകർക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു വഴി ജോബിൻ്റെ മക്കളുടെ മേൽ കൈവയ്ക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതുമെല്ലാം മക്കളുടെ ഒരു നല്ല ഭാവിയെ കരുതിയാണ്. മക്കളുടെ ഉയർച്ച, മക്കളുടെ നന്മ, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളെ അസ്വസ്ഥപ്പെടുന്നത് അത് മക്കളെക്കുറിച്ചുള്ള ചിന്തയാണ്. അതിനാൽ ഇന്ന് നമ്മൾ ഓർക്കുക, നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഒപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് സ്കൂളിലും കോളേജുകളിലും ഹോസ്റ്റലുകളിലുമാണ്. ഒരു പക്ഷേ ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കാലം തുടങ്ങി ആ കുഞ്ഞിൻ്റെ അധ്യയന വർഷം, ആ കുഞ്ഞിൻ്റെ പഠനം പൂർത്തിയാകുന്നത് വരെയുള്ള സമയം ഒന്നെടുത്തു നോക്ക്. അവരേറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെക്കാൾ ഉപരി അവരുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഹോസ്റ്റലുകളിലോ ആണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്, ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ പരിധികൾ, എത്ര വലിയ സ്കൂളാണെങ്കിലും, എത്ര വലിയ സംവിധാനങ്ങളുള്ള സ്കൂളുകളാണെങ്കിലും, അത് ചില സ്കൂളുകൾ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഏകദേശം എല്ലാ സ്കൂളുകളും തന്നെ പ്രിയപ്പെട്ടവരെ തിന്മ കയറാൻ ശ്രമിക്കുന്നത് അവിടെയാണ്. ലഹരിയുടെ പിടിയിലേക്ക്, ലഹരി വസ്തുക്കളുടെ പിടിയിലേക്ക് എത്രയോ കുഞ്ഞുങ്ങൾ പോകുന്നു ഈ കാലഘട്ടത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗഹൃദങ്ങൾ പ്രിയപ്പെട്ടവരെ എത്ര വലിയ തിന്മകളിലേക്ക് പോകുന്നു. ഒരു പക്ഷേ നമ്മുടെ മനസ്സാക്ഷിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത പൈശാചിക സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ കാരണം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കണം. ജോബ് ചെയ്തൊരു കാര്യം, തൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാമെന്ന് ചിന്തിച്ച് ജോബ് 3 ആൺമക്കൾക്കും വേണ്ടി ബലിയർപ്പിക്കുന്നു. അതിനാൽ വചനം മറക്കാതിരിക്കുക. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല, അത് തരുന്നയാളുടെ മനസ്സാണ്. അപ്പോൾ മക്കൾ ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുമ്പോൾ നമ്മുടെ യോഗ്യത, എൻ്റെ ആഗ്രഹം, എൻ്റെ ശരീരത്തിൻ്റെ ചില പ്രവണതകൾ, ഇതുകൊണ്ട് ലഭിച്ചതല്ല മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, മക്കൾ ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുമ്പോൾ മക്കൾ ദൈവത്തിൻ്റേത് തന്നെയാണ്. ഞാനെന്ന അപ്പനമ്മ യേശുവിനെ കൊടുക്കുന്നുണ്ടോ? ഈശോ മറ്റുള്ളവരെ അനുഗ്രഹിച്ചതുപോലെയല്ല കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചത്. ഈശോ കൈകളിലെടുത്ത് അവരെ അനുഗ്രഹിച്ചു. ഈശോ കൈകളിൽ അവരെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അർത്ഥം എന്താണ്? നമ്മളുടെ കൈകൾ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറണം. നമ്മുടെ കൈകളിൽ നമ്മൾ അവരെ വഹിക്കണം. നമ്മുടെ കൈകളിൽ ഉണ്ടാകണം അവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ആ കരങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉയർത്തണം. നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള സ്വപ്നമുണ്ടാകണം.
ഈശോ അവരെ കരങ്ങളിലെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അതിനാൽ ഈശോ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്, അവരെ നിങ്ങളുടെ കരങ്ങൾ വഴി അനുഗ്രഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ കരങ്ങൾ വഴി അനുഗ്രഹിക്കണം അവരെ. മാതാപിതാക്കളുടെ കരങ്ങൾ ആണ്, അവരെ എടുക്കുന്നവരുടെ കരങ്ങളാണ് അവരെ അനുഗ്രഹമാക്കി മാറ്റേണ്ടത്, അവരെ അനുഗ്രഹിക്കേണ്ടത്. നമുക്കതിനാൽ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഏതെങ്കിലും ലഹരി, തിന്മ, മദ്യം, ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസമില്ലാതെ ലഹരി മദ്യം ഉപയോഗിക്കുന്നു, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. വിശുദ്ധി പ്രധാനപ്പെട്ടതല്ല. അതിനാൽ ദൈവഭയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം 2 കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ മക്കൾ, ആ മക്കളായിരിക്കുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ മക്കളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, അവർക്ക് ചുറ്റും നീ തിരക്തത്തിൻ്റെ കോട്ട കെട്ടണമേ. എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമേ. നീ അവരുടെ മധ്യേ ഉണ്ടാകണമേ. ഈശോയെ, അനർത്ഥങ്ങൾ അവരെ വേട്ടയാടുമ്പോൾ അനർത്ഥങ്ങളെ തോൽപ്പിക്കാൻ, വിജയം നൽകാൻ നീ അവരുടെ മധ്യേ ഉണ്ടാകണേ. സെഫാനിയ 3:17 പഠിപ്പിക്കുന്നത് പോലെ അനർത്ഥം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവതീയുവാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ അവരെ വേട്ടയാടുമ്പോൾ, പിശാച് അവരെ വേട്ടയാടുമ്പോൾ, കഴുകൻ കണ്ണുകൾ അവർക്ക് വേണ്ടി കെണിയൊരുക്കുമ്പോൾ, യേശുവേ, വിജയം നൽകുന്ന, സംരക്ഷിക്കുന്ന സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ, വിജയം നൽകും യോദ്ധാവേ, അനുഗ്രഹമേകണേ നിൻ മക്കളിൽ. വിജയം നൽകും യോദ്ധാവേ, അനുഗ്രഹമേകണേ നിൻ മക്കളിൽ. വിജയം നൽകും യോദ്ധാവേ, അനുഗ്രഹമേകണേ നിൻ മക്കളിൽ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനം. പ്രിയപ്പെട്ടവരെ, നിഷേധിക്കുകയോ നമ്മുടെ തീരുമാനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയോ അരുത്. ദൈവത്തിൻ്റെ ദാനം നിഷേധിക്കുന്നതാകരുത് ഒരു തീരുമാനവും. അനേകം ദമ്പതികൾ ഇന്നെടുക്കുന്ന തീരുമാനം വിവാഹത്തിൻ്റെ തൊട്ട് അടുത്ത്, ഒരുപക്ഷെ ആദ്യത്തെ തീരുമാനം പോലും ഇതാണ്, ഇപ്പോൾ മക്കൾ വേണ്ട. ഒരു വിവാഹത്തെ ദൈവം ആസ്വദിക്കുമ്പോൾ ആ വിവാഹത്തിൽ ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് മക്കൾ. അതിനാൽ മക്കൾ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന എല്ലാ ദമ്പതികളും ദൈവത്തിൻ്റെ മനസ്സിനെതിരായി പാപം ചെയ്യുന്നു. ഇതാ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു കുഞ്ഞ് ഇല്ല എന്ന വേദനയിൽ കഴിയുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അനുഗ്രഹമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലും കടന്നു വരട്ടെ. ഇതാ, 1 സാമുവേൽ 1:18 ഹന്ന ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യമിതാ, കർത്താവേ, ഈ മകൾക്ക്, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ.
അടുത്ത വചനം, പിന്നീട് അവൾ പോയി ഭക്ഷണം കഴിച്ചു, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. മക്കൾ ദൈവത്തിൻ്റെ കൃപയാണ്, ദാനമാണ് എന്ന് പറയുമ്പോൾ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അനേകം ദമ്പതികൾ പ്രാർത്ഥിക്കട്ടെ. ഹന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നതുപോലെ ഹൃദയം തുറന്ന് അനേകം ദമ്പതികൾ ഈശോയെ ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കട്ടെ. അവർ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കട്ടെ. ഹന്ന പ്രാർത്ഥിച്ചത് മക്കൾക്ക് വേണ്ടിയല്ല. ഹന്ന പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ഈ വന്ധ്യതയിൽ, എൻ്റെ ഈ മക്കളില്ലാത്ത അവസ്ഥയിൽ ദൈവമേ അങ്ങയുടെ കൃപയുണ്ടാകണേ. അങ്ങയുടെ കൃപ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ്, ബട്ട് ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. കൃപയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറിറ്റ് അല്ല, അത് ദാറ്റ് ഈസ് ദ ബെനവലൻസ്, ദാറ്റ് ഈസ് ദ ലവ് ഓഫ് ഗാഡ്. അതാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്. ഹന്ന പ്രാർത്ഥിക്കുന്നത് ഇതാണ്: അങ്ങയുടെ കൃപാകടാക്ഷം ഈ മകൾക്കുണ്ടായാൽ മതി. എന്ന് വെച്ചാൽ എൻ്റെ മെറിറ്റ്, എൻ്റെ യോഗ്യത നീ കാണണ്ട, മറിച്ച് ദൈവമേ നിന്റെ കൃപയുണ്ടായാൽ മതി, നിന്റെ കരുണയുണ്ടായാൽ മതി, നിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി, അത് മാത്രം മതി, ഞാൻ സമൃദ്ധിയാകും എന്ന് ഹന്ന പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം അനേകം ദമ്പതികൾ, പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷം നീണ്ട വർഷങ്ങളായി മക്കളില്ലാത്ത അനേകം ദമ്പതികളെ യേശുവെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കുന്നു. അനേകം ദമ്പതികൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോകുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായി അസ്വസ്ഥപ്പെടുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടട്ടെ. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ കൃപാകടാക്ഷം ഉണ്ടായാൽ മതി. ഈശോയെ, ആ വചനമുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം യേശുവേ കടന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളില്ലാ ദമ്പതികളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ മക്കൾ വേണ്ട എന്ന് കരുതി അല്ലെങ്കിൽ എന്ന് തീരുമാനിച്ച് അത് പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനം എടുത്തിരിക്കുന്ന എല്ലാ ദമ്പതികളുടെ മേലും ദൈവ കരുണ ഇറങ്ങട്ടെ. ആ തീരുമാനത്തിൽ നിന്നവർ മാറി ദൈവിക തീരുമാനത്തിൻ്റെ കീഴിലേക്ക് അവർ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളായിരിക്കുന്ന സ്ഥലങ്ങളെ, മക്കളിൽ വിശുദ്ധി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവെ, എല്ലാ തിന്മകളിൽ നിന്ന് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളുടെ മക്കളെ, അവർ ജോലിയിലാണെങ്കിൽ ജോലിയിൽ, അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ, പഠിക്കുന്നവരാണെങ്കിൽ പഠന മേഖലയിലായിരിക്കുന്നെങ്കിൽ അവരെ അങ്ങ് സംരക്ഷിക്കണമേ. വിശുദ്ധിയിൽ അവരെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഈശോയെ സമർപ്പിക്കുന്നു. യേശുവേ, തിന്മയുടെ എല്ലാ ഇടങ്ങളെയും സമർപ്പിക്കുന്നു. കുട്ടികൾക്ക് ലഹരി കൊടുക്കുന്ന, മദ്യം കൊടുക്കുന്ന, കുട്ടികളെ കെണിയിൽ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവെ നിർവീര്യമാക്കണമേ. സ്നേഹത്തിൻ്റെ ഒക്കെ പേരിൽ കുഞ്ഞുങ്ങളെ തിന്മയിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കും കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുന്ന ഇടങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന എല്ലാ പൈശാചിക സാമ്രാജ്യങ്ങളെയും യേശുവേ നിന്റെ കുരിശിൻ്റെ അനന്തയോഗ്യതയാൽ നീ തകർക്കണമേ. യേശുവേ, ലഹരിക്ക്, മദ്യത്തിന്, അതിന് സപ്പോർട്ട് ചെയ്യുന്നവർ, അതിനെ അത്ര ഗൗരവമായിട്ട് എടുക്കാത്ത ഗവൺമെൻറ് സംവിധാനങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് സംവിധാനങ്ങൾ എല്ലാം മാറി അതിനെ എതിർക്കുവാൻ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തിയും അതിനെ തോൽപ്പിക്കുവാനുള്ള പ്രതിബദ്ധതയും യേശുവേ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നൽകണമേ. പ്രാർത്ഥിക്കുന്നു. അതുവഴി വരുന്ന പണം പൈശാചികമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പണം വഴിയുള്ള നേട്ടം വെറുക്കുവാൻ യേശുവേ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ ശക്തികളെയും അങ്ങ് മാനസാന്തരം കൊടുക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരമുയർത്തി ഈശോയെ സ്തുതിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക. സെഫാനിയ 3:17 അഭിഷേകം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
നമ്മുടെ എല്ലാ നിയോഗങ്ങളും, രോഗികളെ സമർപ്പിക്കുക, പരീക്ഷയെ സമർപ്പിക്കുക, പല തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുക. വിവാഹ തടസ്സം, ജോലി തടസ്സം, ഭവനമില്ല, സാമ്പത്തിക കടബാധ്യത ഈശോയെ സമർപ്പിക്കുന്നു. നമുക്ക് കരമുയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജയം നൽകും യോദ്ധാവേ, അനുഗ്രഹമേകണേ നിൻ മക്കളിൽ. വിജയം നൽകും യോദ്ധാവേ, അനുഗ്രഹമേകണേ നിൻ മക്കളിൽ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ആശീർവദിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വിജയം നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്.